പൈനാപ്പിൾ തോട്ടങ്ങളിൽ ഒരേപോലെ പൂക്കളുണ്ടാകുന്നതിനും കായ്പിടിക്കുന്നതിനുമായി 2-ക്ലോറോ-ഈഥൈൽ ഫോസ്ഫോണിക് ആസിഡ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന എത്തിഫോണ് ആണ് ഉപയോഗിക്കുന്നത്. 25 ppm സാന്ദ്രതയിൽ ലായനിയായി ഉപയോഗിക്കാം. ഇതിനൊപ്പം 2% യൂറിയും 0.04% കാൽസ്യം കാർബണേറ്റ് എന്നിവയും ചേർത്തുകൊടുക്കണം. ഇപ്പോൾ ഹ്യൂമിറിച്ചും ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. കൂടുതൽ ഫലപ്രദമായി പൂക്കളുണ്ടാകാനാണ് കാൽസ്യവും യൂറിയും ചേർക്കുന്നത്. 1965 കണ്ടെത്തിയ എത്തിഫോണ് 80കളിലാണ് പൈനാപ്പിളിൽ പ്രയോഗിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയത്. 16 മുതൽ 17 വരെ മാസമെങ്കിലും പ്രായമുള്ളതും 39 മുതൽ 42 വരെ ഇലകളുള്ളതുമായ പൈനാപ്പിൾ ചെടികളിലാണ് 25 ppm എത്തിഫോണ് പ്രയോഗിക്കേണ്ടത്. ഒരു ചെടിക്ക് 50 മില്ലി എന്ന തോതിൽ ഒഴിച്ചുകൊടുക്കണം. 1000 ചെടികൾക്ക് 50 ലിറ്റർ ലായനി ആവശ്യമാണ്. ഇതിനായി 1.25 മില്ലി ലിറ്റർ എത്തിഫോൺ, 1 കിലോ യൂറിയും 20 ഗ്രാം കാൽസ്യം കാർബണേറ്റും 50 ലിറ്റർ വെള്ളവും ചേർത്ത് ലായനിയാക്കണം. ഇതിനൊപ്പമാണ് 50 ഗ്രാം ഹ്യൂമിറിച്ച് കൂടി ചേർക്കുന്നത്. ഹ്യൂമിക് ആസിഡും നൈട്രജനും ഫൾവിക് ആസിഡുമാണ് ഹ്യൂമിറിച്ചിൽ അടങ്ങിയിരിക്കുന്നത്. എത്തിഫോണ് പ്രയോഗിച്ച് 30 ദിവസം മുതൽ പൂക്കളുണ്ടായിത്തുടങ്ങും. 40 ദിവസത്തിനകം പൂക്കളുണ്ടായിത്തീരും. അന്തരീക്ഷം ഈർപ്പമില്ലാതിരിക്കുമ്പോഴാണ് എത്തിഫോണ് പ്രയോഗിക്കേണ്ടത്. എത്തിഫോണ് പ്രയോഗിച്ചതിനുശേഷം മഴ പെയ്താൽ 36 മണിക്കൂറിനുശേഷം ഒരിക്കൽ കൂടി എത്തിഫോണ് ഒഴിച്ചുകൊടുക്കുക. പല മാസങ്ങളിലായി പൈനാപ്പിൾ പറിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ശ്രദ്ധാപൂർവം പല ബാച്ചുകളായി എത്തിഫോണ് പ്രയോഗം നടത്താം. വേനൽക്കാലത്തും ഉത്സവ സീസണിലുമാണ് പൈനാപ്പിളിന് ഏറ്റവുമധികം ഡിമാൻഡുള്ളതും വില കിട്ടുന്നതും. സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ NaA 10 ppm അല്ലെങ്കിൽ പ്ലാനോഫിക്സ് 1 മില്ലി ലിറ്റർ 4.5 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഉപയോഗിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ എത്രൽ 10 ppm അതായത് 2.5 മില്ലി എത്രൽ 100 ലിറ്റർ വെള്ളത്തിൽ കലർത്തി പ്രയോഗിക്കുന്നു. ഇതിനൊപ്പം 2% യൂറിയും 0.04% സോഡിയം കാർബണേറ്റും ചേർക്കണം. Like and subscribe for more such informative videos.